സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയങ്കരമായ അതിവിശിഷ്ടങ്ങളായ ഒട്ടേറെ നാമങ്ങളുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഏറ്റവും അത്യുത്തമമായ നാമങ്ങളുണ്ട്. അതിൽ ഒന്നാമതും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതുമായ അവൻ്റെ വിശേഷണവും അവൻ്റെ നാമവുമാണ് അർ-റഹ്മാൻ. അവൻ്റെ അപാരമായ അളവറ്റ കാരുണ്യത്തെ അറിയിക്കുന്ന മഹത്തായ നാമം. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രാരംഭ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയിൽ 2 തവണയാണത് ആവർത്തിച്ചു പറഞ്ഞത്. ഒന്ന് ബിസ്മില്ലാഹിക്ക് ശേഷം അർ-റഹ്മാനിർ റഹീം, മറ്റൊന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം വീണ്ടും ആവർത്തിച്ചു അർ-റഹ്മാനിർ റഹീം. അവനെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ എല്ലായിടങ്ങളിലും ഇത് തന്നെയാണ് മുഖ്യമായി എടുത്തു പറയുന്നത്. വഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യൻ, ലാ ഇലാഹ ഇല്ലാഹു, അവനൊഴികെ ഒരാരാധ്യനില്ല, ഹുവർ റഹ്മാനുർ റഹീം. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ധാരാളം സ്ഥലങ്ങളിൽ അവനെ തന്നെ അവൻ റഹ്മാനാണ്, റഹീമാണ് എന്നിങ്ങനെ അവൻ്റെ അളവറ്റ കാരുണ്യത്തെ, ദയവിനെ എല്ലാം കൃത്യമായി തന്നെ അറിയിക്കുന്ന നിലയ്ക്ക് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. എന്തിനാണിത്? സർവലോക പരിപാലകനായ റബ്ബ് റഹ്മാനാണെന്ന് അംഗീകരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ അവനെയല്ലാതെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ സാധിക്കും? മനുഷ്യരോട് ഏറ്റവും കൂടുതൽ കരുണയുള്ളവൻ, എല്ലാത്തിനോടും ഏറെ കാരുണ്യവാൻ, റഹ്മാനും റഹീമുമാൻ അവനെങ്കിൽ എന്തിനാണ് അവനിലേക്ക് നമ്മെ അടുപ്പിക്കുവാൻ ഒരു ഇടയാളൻ? എന്തിനാണ്? ആ റബ്ബിനോട് ആർക്കും പറയാമല്ലോ, ആ റബ്ബ് നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളവനല്ലേ, കരുണയുള്ളവനല്ലേ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഈ വിശേഷണമാണ് വിശ്വാസികൾ ആദ്യമായി തന്നെ നെഞ്ചേറ്റേണ്ടത്. എൻ്റെ റബ്ബിനോളം കാരുണ്യം ചെയ്യുന്ന ഒരു ശക്തിയും ലോകത്തില്ല, അവനാണ് റഹ്മാൻ. അത് മനസ്സിലാക്കിയ ഒരാൾക്ക് ശിർക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല. കാരുണ്യം അന്വേഷിച്ചുകൊണ്ടല്ലേ മറ്റിടങ്ങളിലേക്ക് തേടിപ്പോകുന്നത്? ആരാണവന് കരുണ ചെയ്യാനുള്ളത്? ആരാണവനോട് വാത്സല്യമുള്ളത്, സ്നേഹമുള്ളത്? റബ്ബല്ലാതെ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിടത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വചനമില്ലേ, വഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏകനാണ്, ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. അത് മനസ്സിലാക്കുന്നിടത്തുള്ള തകരാറാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മാരകമായ ശിർക്കിലേക്ക് ഏതൊക്കെ ജനങ്ങൾ വഴിപിഴച്ചു പോയിട്ടുണ്ടോ അവർക്കൊക്കെ സംഭവിച്ചത് അതാണ്. അതുകൊണ്ട് നമ്മളെല്ലാം നമ്മുടെ റബ്ബിനെ സംബന്ധിച്ച് ആദ്യമായി മനസ്സിലാക്കേണ്ടത് അവൻ്റെ റഹ്മാൻ, അവൻ റഹ്മാനാണ്, നമ്മളോട് ഏറ്റവും കാരുണ്യമുള്ളവനാണ്. നമുക്കെന്ത് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും അതൊക്കെ അവൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളങ്ങൾ തന്നെയാണ്. നമുക്ക് ചിലത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം, ചിലത് വേദന തോന്നിയേക്കാം, ചിലത് പ്രയാസകരമായേക്കാം. അതൊക്കെ നമുക്ക് നമ്മെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ നമ്മെക്കുറിച്ച് നമ്മേക്കാൾ അറിവുള്ള അള്ളാഹുവിനറിയാം ഓരോ ഘട്ടങ്ങളിലും ഇയാൾക്ക് എന്തൊക്കെ നൽകണം, നൽകരുത്. അതിനനുസരിച്ചാണ് അവൻ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ആ മഹത്തായ വിശേഷണം ഏറെ നമ്മൾ പഠിക്കേണ്ടവരാണ്. അവൻ്റെ കാരുണ്യം കൊണ്ടാണ് അവൻ നമുക്ക് പരിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നത്. തൻസീലും മിനർ റഹ്മാനിർ റഹീം,
അള്ള പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ ഇറക്കിയതിനെ കുറിച്ച് പറഞ്ഞത് അത് റഹ്മാനുർ റഹീമിൽ നിന്ന് അവതീർണമായതാണ് എന്നാണ്. അത് വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും നമുക്കതിൻ്റെ വിശദവിവരങ്ങൾ പഠിപ്പിച്ചു തരുവാനും നിയുക്തനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അയച്ചതും കാരുണ്യമായി കൊണ്ടാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകർക്കും കാരുണ്യമായി കൊണ്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഭൂമിയിലേക്ക് നമുക്കിവിടെ നമ്മെ ഇങ്ങോട്ട് സൃഷ്ടിച്ചു വെറുതെ പറഞ്ഞയച്ചതല്ല. ഇവിടെ ജീവിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നതും അവന്റെ വാത്സല്യം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണെന്ന് അള്ളാഹു നമ്മോട് ചിന്തിക്കാൻ പറയുന്നുണ്ട്. അലം തറ, നീ കാണുന്നില്ലേ? അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർളി, ഭൂമിയിലുള്ളതൊക്കെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നില്ലേ മനുഷ്യരെ? വൽ ഫുൽക തജ്രി ഫിൽ ബഹരി ബി അംരിഹി, നിങ്ങൾക്ക് സഞ്ചരിക്കാനും ചരക്കുകൾ കൊണ്ടുപോകുവാനും ഒക്കെ ജലമാർഗത്തിലൂടെ കപ്പലുകളെ അവൻ സംവിധാനിച്ചു തന്നില്ലേ? നിങ്ങളെയും കൊണ്ട് ഭൂമി ചാഞ്ഞും ചരിഞ്ഞും ആടിക്കളിച്ചു പോകാതിരിക്കാൻ വേണ്ടി അതേപോലെ തന്നെ ആകാശലോകത്തെ അവൻ നിങ്ങൾക്ക് മീതെ പൊളിഞ്ഞു വീഴാത്ത നിലക്കുള്ള ഒരു ബലിഷ്ഠമായ റൂഫായിക്കൊണ്ട് അവൻ അതിനെ പിടിച്ചു നിർത്തുന്നില്ലേ? ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹു ജനങ്ങളോട് ഏറെ റഊഫാണ്, റഹീമാണ്, വാത്സല്യമുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. സർവ്വ സൃഷ്ടികളിലും അവനത് സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. വറഹ്മതീ വസിഅത് കുല്ല ശൈ, എല്ലാ വസ്തുക്കളിലും എൻ്റെ അനുഗ്രഹം ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. റബ്ബിന്റെ റഹ്മത്തിന്റെ സ്പർശനമേൽക്കാത്ത ഒരു സൃഷ്ടിയും ലോകത്തില്ല. അതുകൊണ്ട് നമ്മളൊക്കെ തേടുമ്പോൾ അള്ളാഹുവിനോട് ഈ റഹ്മത്തിനെ നിരയേറെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു കാര്യത്തിലും നമ്മൾ റബ്ബിനോട് റഹ്മത്തിന് തേടേണ്ടവരാണ്, തേടിക്കൊണ്ടിരിക്കുന്നവരാണ്. അതില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല. മഹാരഥന്മാരായ അമ്പിയാക്കളുടെ പ്രാർത്ഥനകളിൽ മൂസാ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നോക്കൂ. റബ്ബി ഗഫിർലി, എൻ്റെ റബ്ബേ നീ എനിക്ക് പൊറുത്തു തരണേ, വലിയ അഖി എൻ്റെ സഹോദരനും, വാദ്ഖിൽനാ ഫീ റഹ്മതിക, നിന്റെ അനുഗ്രഹത്തിൽ നിന്റെ റഹ്മത്തിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ. കാരണം വ അൻത അർഹമുർ റഹീമീൻ, നീ മാത്രമാണ് അർഹമുർ റഹീമീൻ, കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും അധികം കരുണ ചെയ്യുന്നവൻ നീയാണ്. അതുകൊണ്ട് നിന്നോടെ എനിക്കത് ചോദിക്കാനുള്ളൂ. മഹാനായ മൂസാ അലൈഹിസ്സലാമിന്റെ ദുആയാണത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നോക്കൂ. വാദ്ഖിൽനീ ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ, നിന്റെ റഹ്മത്തൊന്നുകൊണ്ട് മാത്രം അത് കിട്ടിയാലേ യഥാർത്ഥമായ ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കുവാനും സജ്ജന കൂട്ടായ്മയിൽ അണിചേർന്ന് നിൽക്കുവാനും എനിക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് നീ സജ്ജനങ്ങളുടെ കൂട്ടായ്മയിൽ എന്നെ ചേർത്ത് നിർത്തി തരണം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഘട്ടങ്ങളിലും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഇർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക്, അല്ലാഹുവേ നീ എന്നോട് കരുണ ചെയ്യണേ. ഏത് വിധത്തിലുള്ള കാരുണ്യം? തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക്, മറ്റൊരാളോടും ആ നിലക്കുള്ള ഒരു കാരുണ്യത്തെക്കുറിച്ച് എനിക്ക് ഒരു പ്രതീക്ഷ മനസ്സിൽ വെക്കാൻ ആവശ്യമില്ലാത്ത നിലക്ക് സമ്പൂർണമായ കാരുണ്യം നീ എനിക്ക് പകർന്നു തരണമേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വ ഇൽമാ, മലക്കുകളുടെ ദുആയാണ്. ഞങ്ങളുടെ രക്ഷിതാവേ, വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വ ഇൽമാ, സർവ്വ വസ്തുക്കളിലും നിന്റെ കാരുണ്യവും നിന്റെ അറിവും വിശാലമാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും റഹ്മാനായ റബ്ബിന്റെ ഏറ്റവും വലിയ ഗുണമാണത്. അവൻ റഹ്മാനാണ്. അർശിൽ രേഖപ്പെടുത്തിയ, അർശിൽ കൊത്തിവെച്ചിട്ടുള്ള കാര്യമാണ്. ഇന്ന റഹ്മതീ സബഖത് ഗദബീ, എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തേക്കാൾ അതിജയിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കോപമല്ല എന്നിൽ മുന്തി നിൽക്കുന്നത്, എൻ്റെ കാരുണ്യമാണ് എന്നിൽ മികച്ചു നിൽക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. അതുകൊണ്ടാണ് അവനോട് തെറ്റിപ്പിരിഞ്ഞുപോയ, അവൻ പഠിപ്പിച്ച യഥാർത്ഥമായ മാർഗത്തിൽ നിന്ന് ഏത് വഴിയിലേക്കെങ്കിലും ആളുകൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരുവാനുള്ള ചാൻസ് റബ്ബ് സ്നേഹത്തോടെ കൊടുത്തത് അതവന്റെ കാരുണ്യമാണ്. അവന്റെ വിളി പോലും എങ്ങനെയാണ്? യാ ഇബാദി, എൻ്റെ അടിമകളെ. എങ്ങനത്തെ അടിമകളെയാ വിളിക്കുന്നത്? യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വദേഹങ്ങളോട് കണക്കല്ലാത്ത തെറ്റുകൾ ചെയ്ത എൻ്റെ അടിമകളോട് പറയൂ പ്രവാചകരെ. നല്ലവരോട് പറയൂന്നല്ല,
പാപങ്ങളിൽ മുങ്ങിക്കുളിച്ചവനോടും റബ്ബിന് കാരുണ്യമേ ഉള്ളൂ. പക്ഷേ എന്തു വേണം? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആശമുറിഞ്ഞവരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു സർവ്വപാപങ്ങളും പൊറുക്കുന്നവൻ തന്നെയാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവനാണ് ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനും. അതിനെന്തു വേണം? നിങ്ങൾ അവനിലേക്ക് ഖേദിച്ചു മടങ്ങണം. അല്ലാഹുവിന് അത്രേ ആവശ്യമുള്ളൂ. എത്ര തെറ്റുകൾ കൂമ്പാരമായി ചെയ്തവനാണെങ്കിലും ആത്മാർത്ഥമായി റബ്ബിലേക്ക് തിരിച്ചു വരാൻ സന്നദ്ധനാണോ, അവനിരു കൈ നീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. പകലിൽ ചെയ്ത തെറ്റുകൾക്ക് മാപ്പിരക്കുന്നവരുണ്ടോ, രാത്രികളിൽ പുറത്തു കൊടുക്കാൻ റബ്ബ് സർവസന്നദ്ധനായി കാത്തിരിക്കുകയാണ്. രാവുകളിൽ സംഭവിച്ചിട്ടുള്ള പാപങ്ങൾ ഏറ്റുപറഞ്ഞു പകലുകളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടോ, അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുവാൻ അവരിരു കരങ്ങളും നിവർത്തിപ്പിടിച്ചിരിപ്പാണെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തെറ്റുപറ്റിയില്ലേ, ഇനി നിന്നെ ഞാൻ നരകത്തിലിട്ട് ശിക്ഷിച്ചോളാന്ന് പറയുന്ന ആ ഗളബിന്റെയും ക്രൂരതയുടെയും പ്രതീകമല്ല റഹ്മാനായ റബ്ബ്. അവനിൽ മികച്ചു നിൽക്കുന്നത് അവന്റെ റഹ്മാനിയത്താണ്, അവന്റെ കാരുണ്യം എന്ന ഏറ്റവും വലിയ ദയാ വായ്പും വാത്സല്യവുമാണ് എന്ന് അവൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താവശ്യങ്ങളുണ്ടോ, മലർക്ക തുറന്നിട്ട് വെച്ചിരിക്കുകയാണ് എന്റെ കവാടം, ചോദിച്ചോളൂ എന്നോട്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, റഹ്മാനായ റബ്ബ് നിങ്ങളോട് പറയുന്നു, എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അങ്ങനെ പറയാൻ ഇവിടെ അധികാരം ആർക്കാ ഉള്ളത്? ഏത് പടപ്പിനാ ഉള്ളത്? വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാ ഉത്തരം ചെയ്യും ഞാനെന്നോവർ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അജ്ഞതയും അവരുടെ വിവരക്കേടും അവർ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ റഹ്മാനായ റബ്ബിനെ ആ നിലക്ക് ആർക്കാണ് വെല്ലുവിളിക്കാൻ സാധിക്കുക? അള്ളാഹുവാണ് പറയുന്നത്. മുസ്തഫ പോലും പറഞ്ഞിട്ടില്ല, ജനങ്ങളെ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന്. ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പോലും നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ, അത് വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ കൂടുതൽ ചെയ്യണേ എന്ന് പഠിപ്പിച്ച മുസ്തഫ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുത്ത കുടുംബത്തിനും നീ ഗുണം ചെയ്യണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ലോക മുസ്ലിമീങ്ങൾ. അത് വെള്ളിയാഴ്ച അവർ കൂടുതൽ ചെയ്യുന്നു, ചെയ്യണം. അതിന് പ്രതിഫലം ഏറെയുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അള്ളാഹു അവന്റെ കാരുണ്യത്തെ എത്ര സ്ഥലങ്ങളില്, വഹുവ അർഹമുർ റഹീമീൻ, അവൻ ഏറ്റവും വലിയ അർഹമാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവനാ തരുന്നത്, വേദനകൾ നീക്കുന്നത് അവനാണ്, മനക്ലേശങ്ങൾ അകറ്റുന്നവൻ അവനാണ്. എല്ലാം അവന്റെ ഫضലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. പിന്നെ എന്തിന് നിങ്ങൾ ദുഃഖിക്കണം? എല്ലാം നിങ്ങൾക്ക് തരുന്ന റബ്ബില്ലേ നിങ്ങളുടെ കൂടെ? ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം, വാത്സല്യനിധിയും കാരുണ്യവാനുമല്ലേ നിങ്ങളുടെ യജമാനെന്ന് റബ്ബ് കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ ഏതേത് പ്രശ്നങ്ങളുടെയും പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നിങ്ങൾക്ക് തൗഫീക്ക് നൽകുന്നവൻ അവൻ മാത്രമല്ലേ? നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരുന്നവൻ അവൻ മാത്രമല്ലയോ? എത്രത്തോളം നിങ്ങൾ സഹിക്കുന്ന പ്രയാസങ്ങൾക്ക് പോലും പ്രതിഫലം തരുന്നില്ലേ അവൻ? നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുപോലും നിങ്ങൾക്ക് പ്രതിഫലം രേഖപ്പെടുത്തുന്ന റഹ്മാനല്ലേ? അത്രയും നിങ്ങളോട് കാരുണ്യമുള്ളവനല്ലേ? എൻ്റെ അടിമ സഹിക്കുന്ന ഓരോ വേദനക്കും അവനിതാ ധാരാളം ധാരാളം പ്രതിഫലം. എൻ്റെ അടിമ സഹിക്കുന്ന ഓരോ വേദനക്ക് പോലും അള്ളാഹ് കൂലി എഴുതുകയാണ്, കൂലി രേഖപ്പെടുത്തുകയാണ്. ഏതൊരു മുസ്ലിമായ മനുഷ്യനാവട്ടെ, അവനൊരു മുഅ്മിനായ മനുഷ്യന് എന്താപത്ത് ബാധിച്ചാലും അത് ചെറുതോ വലുതോ എന്തോ ആകട്ടെ, ഹത്ത ശൗക, കാലിൽ ഒരു മുള്ളു കോറിയിട്ടവന് വേദന വന്നാൽ പോലും അത് മനുഷ്യൻ സഹിക്കുന്നുവെങ്കിൽ ഇല്ലാ കതബല്ലാഹു ലഹു ബിഹാ ഹസന, അതിലൂടെ അവന് അള്ളാഹു ഒരു നന്മ രേഖപ്പെടുത്താതിരിക്കില്ല. ഔ ഹുത്തതു അൻഹു ബിഹാ ഖതീഅ, അത് മുഖേന അവൻ മാനുഷികമായി അവന്റെ ജീവിതത്തിൽ വന്നു പോയ ഒരു പാപം അവൻ മായ്ച്ചു കളയുകയാണ്. രോഗം വന്നാലും വേദന സഹിച്ചാലും ഒക്കെ ക്ഷമകേടിന്റെ വർത്തമാനങ്ങൾ പറയാതെ അതിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ചികിത്സകളെ സമീപിക്കുകയും റബ്ബിനോട് നിരന്തരമായി ശിഫക്ക് വേണ്ടി ക്ഷമാപൂർവം കാത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓരോ വേദനയും അവൻ ഓരോ ഹസനത്തുകളാണ്, ഓരോ നന്മകളാണ്, അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിൻ്റെ അപാരമായ റഹ്മത്ത് കൊണ്ടാണ് ഇതൊക്കെ നമ്മിലേക്ക് അവൻ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റഹ്മത്തിനെ ശരിയാവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം.
എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥമായ എല്ലാ നാമങ്ങളെയും അവൻ്റെ അത്യുത്തമമായ നാമങ്ങളെയും വ്യക്തവും കൃത്യവുമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അത് യഥാവിധി ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകൾ അവൻ പുറത്തു മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അർ-റഹ്മാൻ എന്ന വിശേഷണം സമ്പൂർണമായ അവൻ്റെ കാരുണ്യം, അളവറ്റ ദയാവായ്പ്, കാരുണ്യം, വാത്സല്യം എല്ലാം വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിച്ചു തരുന്ന ആ ഒരു കാരുണ്യം, അവൻ്റെ കാരുണ്യം അവൻ പരലോകത്തേക്ക് വേണ്ടി ഒരുപാട് കാത്തുവച്ചിരിക്കുകയാണ്. മുഅ്മിനീങ്ങളോട് കരുണ ചെയ്യാൻ, വിശ്വാസികൾക്ക് കരുണയേകാൻ, ഈ ഭൂമിയിൽ കാണുന്ന ഏതേത് കാരുണ്യ പ്രവർത്തനങ്ങളും കരുണയുടെ അടയാളങ്ങളും പ്രകടനങ്ങളും ലോകത്ത് നടക്കുന്നുണ്ടോ എല്ലാം റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ നാലയലത്തെത്തില്ല. ആ റബ്ബിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒരു തുള്ളി, ഒരംശം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ലോകം മുഴുവനുള്ള നിറഞ്ഞു നിൽക്കുന്ന കാരുണ്യത്തിൻ്റെ അടയാളങ്ങൾ. മുസ്തഫ പഠിപ്പിച്ചിരുന്നു, ജഅലല്ലാഹു റഹ്മ, അല്ലാഹു തആല കാരുണ്യത്തെ 100 നിശ്ചയിച്ചിരിക്കുകയാണ്. 99 അവൻ പരലോകത്തേക്ക് വേണ്ടി അവൻ്റെ അടുക്കൽ മാറ്റിവെച്ചിരിക്കുന്നു. ഒന്ന് മാത്രമേ, ഒരംശം മാത്രമേ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളൂ. ആ ഒരൊറ്റ അംശം കൊണ്ടാണ് ഇവിടെ വലിയ കാരുണ്യം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന കരുണയൊക്കെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. 99 കാരുണ്യം അവിടെ പാർത്ത് വെച്ചിരിക്കുകയാണ് വിശ്വാസികൾക്ക് നാളെ മഹ്ശറിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അർഹമുർ റഹീമായ റബ്ബ് നമുക്കതിന് അർഹത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രത്തോളമായിരിക്കും അപാരമായ അവൻ്റെ റഹ്മത്ത്, എത്രയായിരിക്കും അവൻ്റെ അപാരമായ കരുണ എന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ വായിച്ചെടുക്കണം. റഹ്മാനായ റബ്ബ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. റബ്ബിൻ്റെ ഈ കാരുണ്യം എന്ന് പറയുന്ന ഗുണമുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അള്ളാഹു നിങ്ങളോട് കരുണ ചെയ്യണമെങ്കിൽ നിങ്ങൾ സഹജീവികളോട് കരുണ ചെയ്യണം. ജീവിതത്തിൽ നിങ്ങൾ റഹ്മത്തിനെ ആശിക്കുന്നുവല്ലേ? അർഹമുർ റഹീമേ, നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചൊരിയണേന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവല്ലേ? കേവലം പ്രാർത്ഥനകൾ കൊണ്ട് പോരാ. ആ റഹ്മത്ത് കിട്ടാൻ ആവശ്യമായത് പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, നിങ്ങളുടെ സഹജീവികളുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് നിങ്ങൾ അവരോട് കരുണ കാണിക്കണം. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. ജനങ്ങളോട് കാരുണ്യം കാണിക്കുന്നവർ ആരുണ്ടോ അവരോട് റഹ്മാനായ റബ്ബും കരുണ കാണിക്കുക തന്നെ ചെയ്യും. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ ജനങ്ങളെ, എങ്കിൽ ഉപരിഭാഗത്തുള്ളവനായ അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കും. നമുക്ക് അള്ളാന്റെ കരുണ കിട്ടണോ? ചുറ്റുഭാഗത്തുള്ളവരോട് നമ്മളും കരുണ കാണിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് സൃഷ്ടികളിൽ നമ്മുടെ കരുണയ്ക്ക് ഏറ്റവും അവകാശപ്പെട്ടവരാണ്. നമ്മെ നൊന്തുപെറ്റ മാതാവും നമ്മെ വളർത്തി വലുതാക്കിയ നമ്മുടെ ബാപ്പയും അടങ്ങുന്ന മാതാപിതാക്കളാകുന്ന നമ്മുടെ രക്ഷിതാക്കൾ. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി, കാരുണ്യത്തിന്റെ, വിനയത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. അങ്ങനെ അവർക്ക് റഹ്മത്ത് കിട്ടാൻ വേണ്ടി നീ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവർ നമ്മളോട് എത്രയാ കരുണ ചെയ്തത്, അവർ നമ്മോട് എത്രയാണ് കാരുണ്യവും വാത്സല്യമൊക്കെ കാണിച്ചത് നമുക്ക് തിരിയൽ എപ്പോഴാണെന്നറിയോ? നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ വാപ്പയായിട്ടൊരു കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ ആ പിതാവ് പിന്നെ ആ കുട്ടിയെ തെരുതുരാവ് ഉമ്മ വെക്കുന്നു, അതേപോലെ തന്നെ കൊണ്ടു നടക്കുന്നു, കൈകാലുകളുടെ വളർച്ച നോക്കി നിൽക്കുന്നു. അവന്റെ അനക്കവും അടക്കവും കണ്ണു തുറക്കലും ചിരിക്കലും കരയലും എല്ലാം അവൻ വലിയ ആനന്ദത്തിന്റെ അടയാളങ്ങളായി കാണുന്നു.
അവൻ്റെ മലമൂത്ര വിസർജനത്തെ പോലും അവന് അറപ്പോ വെറുപ്പോ ആയി തോന്നുന്നില്ല. വലിയ പ്രതീക്ഷയോടെയാണ് ഒരു ബാപ്പ, ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത്. അങ്ങനെ വളർത്തി വലുതാക്കിയ നമുക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ബാപ്പ വേണ്ട, പിന്നെ ഉമ്മ വേണ്ട. എന്തേ കാരണം? ഒക്കെ മറന്നോ? നീ നിന്റെ കുഞ്ഞുമോനെ ഇപ്പൊ താരാട്ടുന്ന അതേപോലെ തന്നെ ആ നിലക്ക് ലാളിക്കുന്ന അതേപോലെയെങ്കിലും ചിലപ്പോൾ അതിന് 10 മടങ്ങായിരിക്കും സ്നേഹിച്ചിട്ടുണ്ടാവുക, ലാളിച്ചിട്ടുണ്ടാവുക, കൊഞ്ചിക്കുഴഞ്ഞിട്ടുണ്ടാവുക, ഓമനിച്ചിട്ടുണ്ടാവുക, പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. അതൊന്നും മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാ റബ്ബ് പറയുന്നത്, തിരിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല. അള്ളാഹിനോട് തേട്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അവരെന്നെ ചെറുപ്പത്തിൽ പരിപാലിച്ചതിന് തുല്യം കൊടുക്കാനൊന്നും എനിക്ക് പറ്റൂല. അത് നീയാ കൊടുക്കേണ്ടത്. നിന്റെ ഖജനാവിലെ അതിനൊക്കെ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് കൊടുക്കാനാ? എനിക്കതിന് കഴിയില്ല. അള്ളാഹുവെ നീ നൽകണം. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു വലിയ റഹ്മത്ത് ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അവരുടെയൊക്കെ ഖബറുകളും സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, കാരുണ്യത്തിന് ഏറ്റവും അർഹരവരാണ്. അതേപോലെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യാഭർത്താക്കൾ പരസ്പരം റഹ്മത്ത് നിലനിർത്തേണ്ടവരാണ്. സ്നേഹവും അനുരാഗവും കാമവും മാംസനിബദ്ധമായ നിലക്കുള്ള സ്നേഹങ്ങളുമൊക്കെ കല്യാണത്തിൻ്റെ തുടക്ക നാളുകളിലും വർഷങ്ങളിലുമൊക്കെ നിലനിൽക്കുകയുള്ളൂ. അതൊക്കെ വറ്റി വരണ്ടു പോയാലും, സൗന്ദര്യം നശിച്ചു പോയാലും, രോഗിയായി കഴിഞ്ഞാലും, കിളവനും കിളവിയായി മാറിയാലും അവർക്കിടയിൽ നിലനിൽക്കേണ്ട ഒന്നുണ്ട്. അത് മവദ്ദത്ത് മാത്രമല്ല, വറഹ്മത്തൻ. പരിശുദ്ധ ഖുർആൻ വിവാഹം നിശ്ചയിച്ചത് അതിനാണ്. അതല്ലാതെ മനുഷ്യർ എന്ന് പറയും പോലെയുള്ള മാംസനിബദ്ധമായ മോഹങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി താൽക്കാലികമായ സുഖത്തിനുള്ളതല്ല. അള്ളാഹു വിവാഹത്തിൻ്റെ മൂല്യങ്ങൾ പഠിപ്പിച്ചെടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് അവളിൽ ആശ്വാസം കണ്ടെത്തുവാനും മവദ്ദത്തും അല്ലാഹു നിശ്ചയിച്ചു, വറഹ്മത്തൻ റഹ്മത്തും നിശ്ചയിച്ചു. മവദ്ദത്ത് പലപ്പോഴും സൗന്ദര്യവും അനുരാഗവും പ്രേമൊക്കെ ഉള്ള കാലത്ത് നിലനിൽക്കുന്നതാ. ഒക്കെ നശിച്ചാലും നിലനിൽക്കുന്നത് ഏതാണെന്നറിയോ? റഹ്മത്താണ്. അവിടെ മാംസത്തിൻ്റെ പളപളപ്പോ അല്ലെങ്കിൽ ആ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല. ആ നിലനിൽപ്പ് എന്തുകൊണ്ടാണെന്നറിയോ? കാരുണ്യം വറ്റി വരണ്ടിട്ടില്ലാത്ത ഹൃദയങ്ങളാണ് ഇരുവരുടേതും. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ഇസ്ലാം പറയുന്ന റഹ്മത്തിൻ്റെ മൂല്യങ്ങൾ എവിടെയാണ് ഇനി തഴുകി തലോടി പോകാത്തത്? അതുപോലെ തന്നെ മക്കളോടുള്ള വാത്സല്യം. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് 10 വർഷം അവിടുത്തെ വീട്ടിൽ ഭൃത്യനായി ജോലി ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ കാന അർഹമ ബിൽ ഇയാലി മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബങ്ങളിലെ അംഗങ്ങളോട്, ചെറിയവരോടും വലിയവരോടുമൊക്കെ ഇത്രത്തോളം വാത്സല്യത്തോടെ കാരുണ്യത്തോടെ പെരുമാറിയ ഒരു വ്യക്തിത്വത്തെ എനിക്കെൻ്റെ ജീവിതത്തിൽ കാണാനായിട്ടില്ല എന്ന് 10 വർഷക്കാലം പ്രവാചക ഭവനത്തിൻ്റെ വേലക്കാരനായി നിന്നിരുന്ന മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരോട് കരുണ ചെയ്താൽ റബ്ബിൻ്റെ കാരുണ്യം നമുക്ക് ഇങ്ങനെ കിട്ടും. എന്തപ്പം ഇങ്ങനെ പാപ്പനോട് കരുണ്യം ചെയ്തിട്ട് ഈ പ്രായമായ കാലത്ത് കാര്യം എന്താ? എന്ത് കിട്ടാനാ? ഇപ്പം അങ്ങോട്ട് കൊടുക്കുകയല്ല, അങ്ങോട്ട് ചിലവ് എന്നല്ലാതെ ഇങ്ങോട്ട് ഇനിയിപ്പോൾ എന്താ കിട്ടാനുള്ളത്? അതാ അള്ളാഹ് പറയണത്. അള്ളാഹിൻ്റെ കാരുണ്യം നിനക്ക് കിട്ടണോ? ഇന്ന റഹ്മത്തല്ലാഹ് ഖരീബും മിനൽ മുഹ്സിനീൻ. അള്ളാഹു പറഞ്ഞിട്ടുള്ള സുഹൃതങ്ങളിൽ ഏർപ്പെടുന്നവരോടാണ് റബ്ബിൻ്റെ റഹ്മത്ത് അടുത്ത് നിൽക്കുന്നത്. അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടണോ? മുഹ്സിനായി ജീവിക്കണം, സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കണം. റബ്ബ് പറയുന്നത് നോക്കൂ, വഅഖീമുസ്സലാഹ് വആതുസ് സകാഹ് വഅതീഉർ റസൂൽ ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടണോ എങ്കിൽ നിസ്കാരം സമയത്ത് നിലനിർത്ത്, സകാത്ത് കണക്ക് തീർത്ത് കൊടുക്ക്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച വഴിത്താരയിലൂടെ കൃത്യമായി തന്നെ നീ അനുസരണയോടെ മുന്നോട്ട് നീങ്ങൂ, എന്നാലേ റഹ്മത്ത് കിട്ടുള്ളൂ. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോ നിങ്ങൾ അതിലേക്ക് കാതോർക്കണേ, മിണ്ടാതിരുന്ന് ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും. വണ്ടികളിലും കാറുകളിലും വീടുകളിലൊക്കെ ഖുർആൻ ഓണാക്കി വെച്ചിട്ട് മറ്റു സംസാരങ്ങളിൽ മുഴുകുന്ന ആളുകളുണ്ട്. ശ്രദ്ധിച്ചോളിൻ, ഹറാമാണ് ചെയ്യുന്നത്. ഖുർആൻ ഒരു ഭാഗത്ത് ഓണാക്കി വെച്ചിട്ട് നമ്മൾ വേറെ വർത്തമാനത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ ഹറാമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ കലാമു പാരായണം ചെയ്യുന്നിടത്തും മിണ്ടാൻ പാടില്ല എന്ന് ഖുർആനിന്റെ കൽപ്പനയാണ്. നിനക്കെന്തേലും വർത്താനം പറയണോ, ഓഫാക്കി മറ്റു സംസാരങ്ങളിലേക്ക് ഏർപ്പെടുക. അള്ളാഹുവിന്റെ ഖുർആനും മറ്റു വർത്താനങ്ങളും കൂടി ഒരിടത്ത് പറ്റില്ല. റബ്ബിന്റെ കലാമാണ് ഉത്തമമായ കലാം. അതുകൊണ്ട് അത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും, മിണ്ടാതിരുന്നോളണം.
അസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോളൂ ജനങ്ങളെ. ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ എത്ര തവണയാണ് വർദ്ധിപ്പിക്കാൻ സാധിക്കുക, അത്രയും വർദ്ധിപ്പിച്ചോളൂ. ലഅല്ലക്കും തുർഹമൂൻ. അള്ളാഹിൻ്റെ റഹ്മത്ത് വഴിഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും, അവൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. റബ്ബിൻ്റെ റഹ്മത്തിന് വേണ്ടി തേടുമ്പോൾ, അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് കയറുമ്പോൾ, അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, എൻ്റെ കാരുണ്യത്തിൻ്റെ കവാടം എനിക്ക് മുമ്പിൽ മലർക്ക തുറക്ക് തരണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറുന്നത്. പക്ഷേ വെറും പ്രാർത്ഥന കൊണ്ട് കാര്യമായില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ഞാനും നിങ്ങളുമൊക്കെ പരിശോധിക്കണേ എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപാകതകളും പോരായ്മകളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.